ചാപ്റ്റർ 7 ബൈനോമിയൽ തിയറം. ഈ ചാപ്റ്ററിൽ നിന്നും മാക്സിമം 4 മാർക്കിൻ്റെ ചോദ്യമാണ് വരിക. ഇവിടെയും വളരെ കുറച്ച് കണ്ടന്റ് മാത്രമേ നമുക്ക് പഠിച്ചു വെക്കാനുള്ളൂ. 4 ഫോമുലയും പിന്നെ ചില എക്സ്പാൻഷൻ ടൈംസ് ഒക്കെ എങ്ങനെയെന്ന് മാത്രം പഠിച്ചാൽ അതിനെ ബേസ് ചെയ്ത് മാത്രമാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന്. ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ n വി ഹാവ് ഫസ്റ്റ് ഫോമുല a+b all raised to n. അപ്പോൾ a+b all raised to n എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക എന്നുള്ളത് നമുക്കറിയാവുന്നത്. a+b all square is equal to a square plus 2ab plus b square, അഥവാ a+b all cube. അതിൻ്റെയും എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടുതലൊക്കെ ടേംസ് പവർ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതെന്ന് പറയുന്ന ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ് ഇവിടെ നമുക്ക് പഠിച്ചു വെക്കാനുള്ളത്. a+b all raised to n is equal to a raised to n plus nc1 a raised to n minus 1b plus nc2 a raised to n minus 2b square plus etc. ncr a raised to n minus r b raised to r plus ലാസ്റ്റ് ടൈം വരുന്നത് b raised to n എന്നാണ്. അപ്പോൾ a+b all raised to n-ന്റെ എക്സ്പാൻഷനകത്ത് നമുക്ക് കിട്ടുന്നത് n+1 ടേംസ് ആണ്. ഇനി ഇവിടെ a-b എന്നാണെങ്കിൽ a-b all raised to n എന്നാണെങ്കിൽ ആദ്യത്തെ നമ്മൾ പഠിച്ചു വെക്കുന്ന ഫോമുലയിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓൾട്ടർനേറ്റീവ്ലി നെഗറ്റീവ് സൈൻസും കൂടെ വരുന്നുണ്ട്. ഫസ്റ്റ് ടൈം പോസിറ്റീവ് ആണ്, സെക്കൻഡ് ടൈം നെഗറ്റീവ് ആണ്, തേർഡ് പോസിറ്റീവ് ആണ്, ഫോർത്ത് ടൈം നെഗറ്റീവ് ആണ്. ആ ഒരു വ്യത്യാസം മാത്രമാണ് ഒന്നാമത്തേതിൽ നിന്ന് രണ്ടാമത്തെ ഫോമിലേക്ക് വരിക. മൂന്നാമത്തേത് 1 + x raised to n എന്നാണ്. അത് ഈ ഫസ്റ്റ് ഫോമുലയുടെ തന്നെ ഒരു സ്പെഷ്യൽ കേസാണ്. a is equal to 1 b is equal to x എന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുക. ആദ്യത്തെ ടൈം 1 ആയിട്ട് എഴുതുകയാണെങ്കിൽ സോ 1 plus nc1x plus nc2x square plus nc3x cube plus etc. ലാസ്റ്റ് ടൈം ncn x raised to n. എക്സിന്റെ പവർ കൂടി വരുന്നു. x സ്ക്വയർ x ക്യൂബ് etc. x raised to n. നാലാമത്തെ ഫോമുല 1 - x raised to n ആണ്. രണ്ടാമത്തെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷനിൽ ഇവിടെ വരുന്നൊരു വ്യത്യാസം, രണ്ടാമത്തെ ടൈം മൈനസ് ആണ്, മൂന്നാമത്തേത് പോസിറ്റീവ് ആണ്, നാലാമത്തേത് വീണ്ടും മൈനസ് ആണ്, അല്ലെ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ടൈം നമ്മൾ കൊടുക്കുക -1 raised to n ncn x raised to n എന്നാണ്. അപ്പോൾ n-ന്റെ വാല്യൂ എത്രയാണോ അതിനനുസരിച്ചിട്ട് -1 +1 ആയിട്ടായിരിക്കും ഫൈനൽ ലാസ്റ്റ് ടൈം നമുക്ക് കിട്ടുക. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അറിയേണ്ട ഒരു ടേം ആണ് NCR എന്താണെന്നുള്ളത്. NCR ഫിഫ്ത്ത് പോയിന്റ് NCR ദാറ്റ് ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n - r ഫാക്ടോറിയൽ. അതൊരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കൺസിഡർ 3c2. ഇവിടെ നമ്മൾ എഴുതാം 3 ഫാക്ടോറിയൽ. n എന്ന് പറഞ്ഞാൽ 3 ആണ്, r 2 ആണ്. അപ്പോൾ 3 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 - 2 ഫാക്ടോറിയൽ. ഇനി 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രോഡക്റ്റ് ആയിട്ട് നമ്പർ 1 തൊട്ടുള്ള നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 ആണ്. ഇവിടെ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 ആണ്. അതുപോലെ 3 - 2 ഫാക്ടോറിയൽ. അപ്പോൾ ഈ ഒരു സബ്ട്രാക്ഷൻ നമ്മൾ ആദ്യം ചെയ്യും. 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ ഈസ് ഡിഫൈൻഡ് ആസ് 1. 1 ഫാക്ടോറിയലിന്റെ വാല്യൂ 1 തന്നെയാണ്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ നമുക്ക് 3 എന്നാണ് കിട്ടുന്നത്. അങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന ഏതൊരു കോഎഫിഷ്യന്റും നമുക്ക് ഈ ഫോമുല വെച്ചിട്ട് കണ്ടുപിടിക്കാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പാൻഷൻ കംപ്ലീറ്റ് ആവുന്നു. പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് 1 + x all raised to 4. Hence find 101 all raised to 4. നമ്മൾ പഠിച്ച ബൈനോമിയൽ എക്സ്പാൻഷന്റെ ഏതെങ്കിലും ഫോമുല യൂസ് ചെയ്യാനായിരിക്കും ഇത്തരം പ്രോബ്ലം ചോദിക്കുക. അപ്പോൾ ഇവിടെ 1 + x raised to 4 എന്നാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാവുന്ന ഫോമുല 1 + x raised to all raised to n ആണ്. സോ എക്സ്പാൻഷൻ നമുക്കറിയാം 1 + nc1x plus nc2x square plus etc. ലാസ്റ്റ് ടൈം ncn x raised to n. സോ ഇവിടെ നമുക്ക് 1 + x all raised to 4 ആണ്. n is equal to 4. അപ്പോൾ നമുക്ക് ഈ ഫോമുലയിൽ n എന്നുള്ളിടത്തെല്ലാം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ടൈം 1, സെക്കൻഡ് 4c1x plus 4c2x square plus 4c3x cube plus 4c4x raised to 4. അതാണ് ലാസ്റ്റ് ടൈം. സോ ഇനി ഇവിടെ നമുക്ക് ആൻസറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 4c1, 4c2, 4c3, 4c4 എന്ന് പറയുന്ന കോഎഫിഷ്യൻസ് ഇവാലുവേറ്റ് ചെയ്യണം. സോ 4c1 ഈക്വൽ ടു 4 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 4 - 1 ഫാക്ടോറിയൽ. നമുക്കറിയാവുന്നത് NCR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n - r ഫാക്ടോറിയൽ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്യുക.
4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 2 3 4 ആണ്. 1 ഫാക്ടോറിയൽ 1 ആണ്. 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 ഫാക്ടോറിയൽ ആണ്. 1 2 3 ക്യാൻസൽ ചെയ്തൊക്കെ കഴിഞ്ഞാൽ ആൻസർ 4. അതുപോലെ 4C2 എന്ന് പറയുന്നത് ആൻസർ 6. 4C3 ആൻസർ 4. 4C4 ആൻസർ 1 എന്നാണ് കിട്ടുക. ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്ന ടൈം 0 ഫാക്ടോറിയൽ ആണ്. 0 ഫാക്ടോറിയലിന്റെ വാല്യൂ 1 എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ആ 4 വാല്യൂ നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 പ്ലസ് 4x പ്ലസ് 6x² പ്ലസ് 4x³ പ്ലസ് x⁴. ഇനി ഈ ഒരു എക്സ്പാൻഷൻ ഉപയോഗിച്ച് 101⁴ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ഫോമിലേക്ക് ഈ നമ്പറിനെ നമ്മളൊന്ന് കൺവേർട്ട് ചെയ്യണം. സോ 101 നമുക്ക് 1 + 100 എന്ന് എഴുതാം. 1 + 100⁴. ഇതിപ്പോ 1 + x⁴ എന്നുള്ള ഫോമായി. അപ്പൊ അതിന്റെ ഫോമുല നമുക്കറിയാം. 4C1 ഒക്കെ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തതാണ്. 4C1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4C2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 4C3 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4C4 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി ഇവിടെ x എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ 1 + 4 × 100 + 6 × 100² + 4 × 100³ + 100⁴. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. എക്സ്പാൻഡ് 2x + 3⁵5. ഇതിപ്പോ a + b⁴n എന്നുള്ള ഫോമാണ്. n = 5. അപ്പൊ ആദ്യത്തെ ടൈം എന്താണ്? a⁴n എന്നാണ്. a ഇവിടെ 2x ആണ്, b 3 ആണ്. അപ്പൊ 2x⁴n. 5C1 2x⁴. ഇവിടെ പവർ കുറയുകയും 3യുടെ പവർ കൂടുകയും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ടോട്ടൽ 3 + 2 5, 4 + 1 5 5. അപ്പൊ ഓരോ പദത്തിന്റെയും ടോട്ടൽ എന്ന് പറയുന്നത് എപ്പോഴും 5 ആയിട്ട് തന്നെ നിൽക്കും. 5C3 2x² 3³ 5C4 2x × 3⁴. 5C5 3⁵. ഈ ഓരോ ടൈമും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. 2⁵5 എന്ന് പറഞ്ഞാൽ 32 വരും. x⁵. 32x⁵5 പ്ലസ് 240 x⁴ വരും. 720 x³ പ്ലസ് 1080 x² പ്ലസ് 810 x പ്ലസ് ലാസ്റ്റ് 5C5 എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആണ്. 3⁵5 എന്നുള്ളത് 243. ഇങ്ങനെയായിരിക്കും അതിന്റെ ആൻസർ വരിക. Then മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ടൈംസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് x² - 2x + 1⁻20. ഈ ബ്രാക്കറ്റിലുള്ള ടൈം ഏതാണെങ്കിലും അതിന്റെ എക്സ്പാൻഷനിൽ വരുന്ന ടേംസിന്റെ എണ്ണം ചോദിച്ചാൽ അവിടെ പവർ എത്രയാണ്? ഇവിടെ ഇപ്പൊ n = 20 എന്നാണ് തന്നിരിക്കുന്നത്. n + 1 ടേംസ് ആ എക്സ്പാൻഷനിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ if n = 20 then the expansion has n + 1, that is 20 + 1 21 ടേംസ്. അപ്പൊ അത് ഈ ഒരു ബ്രാക്കറ്റിലുള്ള ടൈം ഏതാണെന്ന് നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ പവർ എത്രയാണെന്ന് നോക്കിയാൽ നമുക്ക് അതിന്റെ എക്സ്പാൻഷനിൽ എത്ര ടൈം ഉണ്ടെന്ന് പറയാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 4 എക്സ്പാൻഡ് x/3 + 3/x⁴, where x ≠ 0. ഡിനോമിനേറ്ററിൽ എക്സിന്റെ ടൈം ഉള്ളത് കൊണ്ടാണ് ≠ 0 കൊടുത്തിരിക്കുന്നത്. ഡിവിഷൻ ബൈ 0 പോസിബിൾ അല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇതും a + b⁴ എന്നുള്ള ഫോം തന്നെയാണ്. a എന്ന് പറഞ്ഞാൽ x/3, b എന്ന് പറഞ്ഞാൽ 3/x. അപ്പൊ x/3 തുടങ്ങുന്നത്. x/3⁴, 4C1 4C2 4C3 4C4. പിന്നെ ടോട്ടൽ പവർ എപ്പോഴും 4 തന്നെ ആയിരിക്കും. 3 + 1 4, 2 + 2 4, 1 + 3 4 ആൻഡ് ലാസ്റ്റ് all⁴. അപ്പൊ ഇവിടെ 3⁴ ഒക്കെ വരുമ്പോഴാണ് 91 എന്ന് വരുന്നുണ്ട്. പിന്നെ 4C1 4 ആണ് നമുക്കറിയാം. 4C2 6 ആണ്. 4C3 4 ആണ്. 4C4 1 ആണ്. സോ ഫൈനൽ ആൻസർ വരുമ്പോൾ x⁴/91 പ്ലസ് 4/9 x² പ്ലസ് 6. ഇവിടെ x²ഉം കട്ടാവും, 9ഉം 9ഉം ക്യാൻസൽ ആവും, പിന്നെ 6 മാത്രമേ ഉള്ളൂ. ഇവിടെ 36/x², x/x³ ആണ് വരുന്നത്. അപ്പോൾ x² വരും. ലാസ്റ്റ് 81/x⁴. ഇവിടെ x⁴ വരുന്നുണ്ട്. ആ ഒരു ടൈമാണിത്. Question number 5. Find a + b⁴ minus a minus b⁴. Hence evaluate √3 + √2⁴ minus √3 minus √2⁴. അപ്പൊ ഈ ഒരു വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് രണ്ടാമത്തെ റിസൾട്ട് പ്രൂവ് ചെയ്യാനാണ്, ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം a + b⁴ എന്ന് പറഞ്ഞാൽ a⁴ plus 4C1 a³ b plus 4C2 a² b² plus
4c3abq പ്ലസ് 4c4b⁴ ആണ്. a മൈനസ് ബി ഓൾ റൈസ് ടു 4ലേക്ക് വരുമ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നെഗറ്റീവ് സൈനും കൂടെ വരുന്നു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് a പ്ലസ് ബി ഓൾ റൈസ് ടു 4ൽ നിന്ന് a മൈനസ് ബി ഓൾ റൈസ് ടു 4ന്റെ വാല്യൂ കുറയ്ക്കാനാണ്. അപ്പൊ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ a റൈസ് ടു 4 മൈനസ് a റൈസ് ടു 4 0 ആവും. പക്ഷെ പ്ലസും മൈനസും വരുന്ന ടേം അല്ല. 4c1a³ മൈനസ് 4c1a³. അപ്പൊ രണ്ട് മൈനസ് വരുന്നതുകൊണ്ട് അത് പ്ലസ് ആവും. അപ്പോൾ ഈ ടേം രണ്ട് പ്രാവശ്യം വരിക ചെയ്യുന്നത് 2 ടൈംസ് 4c1a³b. അതുപോലെ തന്നെ ഈ ഒരു ടൈമും റിപ്പീറ്റ് ചെയ്യുമായിരുന്നു 2 ടൈംസ് 4c3ab³ എന്നാണ് വരുന്നത്. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2 ടൈംസ് രണ്ട് പ്രാവശ്യം ഉണ്ട് ഓരോ ടൈം 4c1a³b പ്ലസ് 4c3ab³. ഇനി ഇവിടെ 4c1 നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ ആൻസർ 4 എന്നാണ് കിട്ടുന്നത്. 4c3യും 4 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ആ 4 നമുക്ക് ഔട്ട് സൈഡിൽ എടുത്താൽ 4 × 2 8 വരും. 8 × a³ പ്ലസ് ab³ എന്നാണ് ആൻസർ കിട്ടുക. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ വൺസ് അഗെയിൻ 8 × a³ പ്ലസ് ab³ ആണ്. പിന്നെ അത് ഉപയോഗിച്ച് രണ്ടാമത്തെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഇതും a പ്ലസ് ബി ഓൾ റൈസ് ടു 4 മൈനസ് a മൈനസ് ബി ഓൾ റൈസ് ടു 4 എന്നുള്ള ഫോമാണ്. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന റിസൾട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. ഇസ് 8 × ഇവിടെ a എന്ന് പറയുന്നത് √3 ആണ്. √3³ × √2 പ്ലസ് √3 × √2³. ഇനി ഇവിടെ √3³ എന്ന് പറഞ്ഞാൽ √3 × √3 × √3. അപ്പൊ രണ്ട് √3 നിന്ന് ഒരു √3 നമുക്ക് എടുക്കാം. പിന്നെ ഒരു √3 ആയിരിക്കും അവിടെ റിമൈൻ ചെയ്യുന്നത്. പിന്നെ √2 ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ ടൈം √2³ ഉണ്ട്. അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു 2 നമുക്ക് കിട്ടും. പിന്നെ ഒരു √2 റിമൈൻ ചെയ്യും. ഇപ്പൊ ബ്രാക്കറ്റിൽ ഇപ്പോൾ ഉള്ളത് 3 √3 √2 2 √3 √2. √3 × √2 എന്നുള്ളതിനെ √6 എന്ന് എഴുതാം. അപ്പൊ 3 √6 പ്ലസ് 2 √6 ആണ് ബ്രാക്കറ്റിനുള്ളിലെ ടൈം. അത് ആഡ് ചെയ്ത് എഴുതാൻ പറ്റും. 5 √6 ആണത്. അപ്പൊ 8 × 5 40 √6 എന്നാണ് ഫൈനൽ ആൻസർ കിട്ടുക. Question number 4 expand x/3 plus 3/x all raised to 4 where x not equal to 0. ഡിനോമിനേറ്ററിൽ എക്സിന്റെ ടൈം ഉള്ളതുകൊണ്ടാണ് നോട്ട് ഈക്വൽ ടു 0 കൊടുത്തിരിക്കുന്നത്. ഡിവിഷൻ ബൈ 0 പോസിബിൾ അല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇതും a പ്ലസ് ബി ഓൾ റൈസ് ടു 4 എന്നുള്ള ഫോം തന്നെയാണ്. a എന്ന് പറയുന്നത് x/3, b എന്ന് പറയുന്നത് 3/x. അപ്പൊ x/3യിലാണ് തുടങ്ങുന്നത്. x/3 റൈസ് ടു 4 4c1 4c2 4c3 4c4. പിന്നെ ടോട്ടൽ പവർ എപ്പോഴും 4 തന്നെ ആയിരിക്കും. 3 + 1 4 2 + 2 4 1 + 3 4 ആൻഡ് ലാസ്റ്റ് ഓൾ റൈസ് ടു 4. അപ്പോൾ ഇവിടെ 3 റൈസ് ടു 4 ഒക്കെ വരുമ്പോഴാണ് 91 എന്ന് വരുന്നുണ്ട്. പിന്നെ 4c1 4 ആണ് നമുക്കറിയാം. 4c2 6 ആണ്. 4c3 4 ആണ്. 4c4 1 ആണ്. സോ ഫൈനൽ ആൻസർ വരുമ്പോൾ x⁴/91 പ്ലസ് 4/9 x² പ്ലസ് 6. ഇവിടെ x²ഉം കട്ടാവും. 9ഉം 9ഉം ക്യാൻസൽ ആവും. പിന്നെ 6 മാത്രമേ ഉള്ളൂ. ഇവിടെ 36/x². x/x³ ആണ് വരുന്നത്. അപ്പോൾ x² വരും. ലാസ്റ്റ് 81/x⁴. ഇവിടെ x⁴ വരുന്നുണ്ട്. ആ ഒരു ടൈമാണിത്.